ഹലോ, നമ്മളിന്ന് CBSE ക്ലാസ് 10th ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1 ആണ് ചെയ്യണേ. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കണ്ടിട്ട് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണേ? എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് തന്നിരിക്കുന്ന നമ്പറിനെ അതിന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാം. 140 അല്ലേ ആദ്യം തന്നേക്കണേ. 140 നമ്മൾ എഴുതി. ഇങ്ങനെ ഒരു വര വരച്ചു, ഇങ്ങനെ ഒരു വര വരച്ചു. 140 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം നമ്പർ ഏതാ? ഏറ്റവും ചെറുത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. 5 വെച്ച് പറ്റും, 2 വെച്ചും പറ്റും ഇല്ലേ? 2 നമുക്ക് ആദ്യം എഴുതാം. 2 വെച്ച് ചെയ്താൽ 14ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ട്. 0ൽ നേരെ താഴത്തേക്ക് ഇറക്കി എഴുതിയാൽ മതി. അപ്പോൾ 0. വീണ്ടും ഒരു വര വരയ്ക്കുന്നു. ഈ ലൈൻ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ഇനി 70നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 7ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. 3 ഇൻറ്റു 2 അല്ലേ 6 വരണേ. അപ്പോൾ 7 അല്ലേ നമുക്കിവിടെ ഉള്ളേ. അപ്പോൾ റിമൈൻഡർ എത്രയാ? 1 ആണല്ലേ. അപ്പോൾ 1 നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ സംഖ്യ എത്രയായി? ഇത് 10 ആയി അല്ലേ. 10ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് പോകാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ 35നെ ഇനി നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? 35നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 7 വെച്ചിട്ടും പറ്റും, 5 വെച്ചിട്ടും പറ്റും അല്ലേ. നമുക്ക് 5 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 5 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 ടൈംസ്. കണ്ടോ? 7 ഒരു പ്രൈം നമ്പർ ആണ് ഓൾറെഡി. പിന്നെ ചെയ്യാനൊന്നുമില്ല. 7നെ 7 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് വന്നു? താഴത്ത് 1 വന്നു. ഈ താഴത്ത് 1 വരുന്നതായിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഇപ്പോഴാണ് പ്രൈം ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആവണേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതണം 140. എങ്ങനെ എഴുതാം? 140 ഈക്വൽ ടു ഈ സംഖ്യ 2 ഇൻറ്റു വീണ്ടും ഒരു 2 അല്ലേ. 2 ഇൻറ്റു വീണ്ടും ഒരു 5 ഇൻറ്റു ഈ സംഖ്യ 7 ഇൻറ്റു 1 എഴുതണ്ട കേട്ടോ. ഇത്ര എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതാണ് 140 പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നെക്സ്റ്റ് നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് ചെയ്യേണ്ടത് 156നെയാണ്. എന്ത് ചെയ്താൽ മതി? 156നെ എഴുതുക. 2 ലൈൻ ഇങ്ങനെ വരയ്ക്കുക. നോക്കിക്കേ, 156ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 6 ആണല്ലേ. ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ എന്തായാലും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15ലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7 കിട്ടും അല്ലേ. റിമൈൻഡർ എത്രയുണ്ട്? 7 ഇൻറ്റു 2 14 ആണല്ലേ. ഇവിടെ 15 ഉള്ളത്. റിമൈൻഡർ 1 ആണ്. ആ 1ഉം ഈ 6ഉം കൂടി കൂട്ടി വായിച്ചാൽ എന്താ? 16 ആണല്ലേ ഈ സംഖ്യ ഇല്ലേ. 16 ടു എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ് ഉണ്ട്. 8 ഇൻറ്റു 2 ആണ് 16. ഓക്കെ. വീണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നു. 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും, കാരണം ഈവൻ അല്ലേ ഇവിടെ. 8 അല്ലേ. അപ്പോൾ 7ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. 3 ഇൻറ്റു 2 ആണ് 6 അല്ലേ. റിമൈൻഡർ എത്രയുണ്ട്? 1 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ ഈ 1ഉം 8ഉം കൂടി ആകുമ്പോൾ ഇത് എത്രയായി? 18 ആയി. 18ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 9 ടൈംസ് ഉണ്ട്. 39 വന്നല്ലേ. 39നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ഏതാ? ഏറ്റവും ചെറുത് 3 ആണ് കേട്ടോ. എങ്ങനെ മനസ്സിലാവും? 13 ആണെന്ന് പറഞ്ഞ സംഖ്യ നോക്കിക്കേ. 9 + 3 ചെയ്താൽ എത്ര കിട്ടും? 12 കിട്ടും അല്ലേ. ഈ 12 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഉറപ്പായിട്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ 39നെ 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. 9ൽ റിമൈൻഡർ ഒന്നുമില്ല. 3 ഇൻറ്റു 1 3 തന്നെയാണ് അല്ലേ. 9ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. 13 എന്ന് കിട്ടി. 13 ഓൾറെഡി ഒരു പ്രൈം നമ്പറാണ്. അതിനെ വേറൊന്നും വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 13 എന്ന് തന്നെ എഴുതുക. 13ൽ 13 1 ടൈം അല്ലേ. കണ്ടോ, ലാസ്റ്റ് നമുക്ക് 1 കിട്ടി. ഇപ്പോഴാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആവണേ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 156നെ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കി എങ്ങനെ എഴുതാം? 156 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 13. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയാൻ വിട്ടുപോയതാണേ. നോക്കിക്കട മക്കളെ, 2 2 ടൈം മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 എന്ന് എഴുതാം. ഈ 2 ഇൻറ്റു 2നെയാണ് കേട്ടോ. നമുക്ക് 2 എന്ന് എഴുതാം. ഇൻറ്റു ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ 3 ഇൻറ്റു 13. ഇത്രയേ ഉള്ളൂ 156ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പേജിൽ നോക്കാം. നെക്സ്റ്റ് നമ്പർ 3825. പെട്ടെന്ന് ചെയ്യാം പ്രൈം ഫാക്ടറൈസേഷൻ. 3825 എഴുതുന്നു. നോക്കിക്കേ, എന്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും ഇതിനെ? എന്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും? 3 വെച്ച് പറ്റും. എങ്ങനെ മനസ്സിലായി? 3 + 8 11. 11 + 2 13. 13 + 5 18. കണ്ടോ, നമ്പർ ഡിജിറ്റ് എല്ലാം കൂടി കൂട്ടിയപ്പോൾ 18 വന്നു അല്ലേ. അപ്പോൾ എന്തായാലും 18നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഖ്യയും
3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് കട്ടാണ് കേട്ടോ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ ചെക്ക് ചെയ്യണേ. ഓക്കെ. അപ്പോൾ 3ൽ 3 1 ടൈം, 8ൽ 3 2 ടൈം. 2 ടൈം കഴിഞ്ഞാൽ പിന്നെ എത്ര റിമൈൻഡർ ഉണ്ട്? 3 ഇൻറ്റു 2 6 ആണ്. ഇവിടെ 8 ആണല്ലേ. 2 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ 2 ഈ 2 കൂടി ആകുമ്പോൾ എത്രയായി? 22 എന്ന ഡിജിറ്റായി ഇല്ലേ? 22ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ട്. 7 ഇൻറ്റു 3 21 ആണ്. നമുക്കിവിടെ എത്രയാണ് ഉള്ളത്? 22 ആണല്ലേ ഉള്ളത്. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ഓക്കെ. അപ്പോൾ ഈ ഡിജിറ്റ് എത്രയായി? 15 ആയി. ആ റിമൈൻഡറും ഈ 5 കൂടി കൂട്ടിയപ്പോൾ ആഡ് ചെയ്യുമല്ല, ഒരുമിച്ച് നോക്കിയപ്പോൾ 15 ആയി ഇല്ലേ? ഈ 15ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. ഓക്കെ. വീണ്ടും വരവരയ്ക്കുന്നു. ഇതിനെ വീണ്ടും 3 വെച്ച് പറ്റും. എങ്ങനെ മനസ്സിലായി? 1 + 2 3 ആണ്. 3 + 7 10 ആണ്. 10 + 5 15 ആണ്. 15നെ 3 വെച്ച് ഡിവിസിബിൾ അല്ലേ? ആണ്. അപ്പോൾ ഈ ഡിജിറ്റിനെയും ഈ നമ്പറിനെയും എന്തായിരിക്കും? 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. നമുക്ക് ചെയ്യാം. അപ്പോൾ 12ൽ 3 4 ടൈംസ് ഉണ്ട്. 7ൽ 3 2 ടൈംസ് ആണ് ഉള്ളത്. 3 ഇൻറ്റു 2 6. ഇവിടെ 7 അല്ലേ ഉള്ളത്. അപ്പോൾ റിമൈൻഡർ 1. ആ 1ഉം ഈ 5ഉം കൂടി കൂട്ടി വായിച്ചാൽ 15 ആണല്ലേ. ആ 15ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. ചിലർക്ക് സംശയം തോന്നും കേട്ടോ, നമ്മളിവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലായിരുന്നോ, എന്തുകൊണ്ടാണ് 3 ചെയ്തതെന്ന്. ഒന്നുമില്ല, ഞാൻ ഏറ്റവും ചെറിയ ഡിജിറ്റ് വെച്ച് ചെയ്യാൻ വേണ്ടി 3 വെച്ച് ചെയ്തേ. നിങ്ങൾക്ക് 5 വെച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. 5 വെച്ച് ചെയ്താലും സെയിം തന്നെയായിരിക്കും കിട്ടാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 425 ഇതിന് 3 വെച്ച് പറ്റില്ല. ഇതിനെ 5 വെച്ച് പറ്റും. നോക്കിക്കേ, ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ, എന്തായാലും 5 വെച്ച് പറ്റും. വരയ്ക്കുന്നു, 5 എഴുതുന്നു. 42ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ് ഉണ്ട്. 8 ഇൻറ്റു 5 40 ആണ് അല്ലേ. അപ്പോൾ റിമൈൻഡർ എത്രയുണ്ട്? 40 കഴിഞ്ഞാൽ 2 അല്ലേ, 42 അല്ലേ ഇത്. അപ്പോൾ റിമൈൻഡർ 2 ആണുള്ളത്. 2 എഴുതുന്നു. 2ഉം ഈ 5 കൂടി കൂട്ടി വായിച്ചാൽ എത്രയാവും? 25 ആവില്ലേ. 25ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. ഓക്കെ. വീണ്ടും 5 വെച്ച് ചെയ്യാമല്ലോ. ചെയ്യാം. 5 എഴുതുന്നു. 8ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈമാണ് ഉള്ളത്. 5 ഇൻറ്റു 1 5. ഇത് 8 ആണല്ലേ. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 3 ആണ്. ആ 3യും ഈ 5ഉം കൂട്ടി വായിച്ചാൽ എത്രയായി? 35 ആയി. 35ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 7. 7 ഇൻറ്റു 5 ആണ് 35. ഓക്കെ. 17 കിട്ടി. 17 എന്താ? 17 ഓൾറെഡി ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അതിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 17 വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫാക്ടറായിട്ട് 17 1 മാത്രമേ ഉള്ളൂ. 17 എഴുതി. 17ൽ 17 1 ടൈം. തീർന്നു പ്രൈം ഫാക്ടറൈസേഷൻ. പിന്നെ പ്രോഡക്റ്റ് ഒക്കെ എഴുതണം. എങ്ങനെ എഴുതും? 3825 ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17. സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് ഇതിനെ പവറാക്കി കൂടി എഴുതാം കേട്ടോ. 3 ഇൻറ്റു 3 2 ടൈം 3 വന്നിട്ടില്ലേ. അപ്പോൾ 3⁻² ഇൻറ്റു 5 ഇൻറ്റു 5 2 ടൈം വന്നിട്ടില്ലേ. അപ്പോൾ 5 സ്ക്വയർ 5⁻² ഇൻറ്റു 17 1 ടൈമേ ഉള്ളൂ അല്ലേ. 17 അതുപോലെ തന്നെ എഴുതി. ഈസി. ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ സെറ്റായില്ലേ. നമുക്കിത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. 5005 നോക്കിക്കേ, ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ എന്തായാലും 5 വെച്ച് ഉറപ്പായിട്ടും പറ്റും. 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5ൽ 5 1 ടൈം 0 അതുപോലെ തന്നെ എഴുതി. ഈ 0 ഇതുപോലെ തന്നെ എഴുതി. ഈ 5ൽ 5 വീണ്ടും 1 ടൈം 1000 വന്നല്ലേ. ഇതിനെന്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്ത് നോക്കണോണ്ടാ നിങ്ങൾ. 7 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ നോക്കണേ? 2 വെച്ച് എന്തായാലും പറ്റില്ല. 3 വെച്ച് പറ്റുമോ? ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നോക്കിയേ. 1 + 0 + 0 + 1 2 കിട്ടും. 2 3 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ഈ നമ്പറും 3 വെച്ച് ഡിവിസിബിൾ അല്ല. പിന്നെ നെക്സ്റ്റ് പ്രൈം നമ്പർ 5 ആണ്. ലാസ്റ്റ് 1 ആണ്. അപ്പോൾ 5 വെച്ച് പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ 7 വെച്ച് നോക്കാം. 7 എഴുതുന്നു. 10ൽ 7 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട് അല്ലേ. 1 ഇൻറ്റു 7 7 ആണ്. റിമൈൻഡർ എത്രയാ? ഒരു 3 വന്നിട്ടുണ്ട്. ആ 3യും ഈ 0യും കൂടി ആകുമ്പോൾ 30 ആയ നമ്പർ. 30ൽ 7 എത്ര ടൈംസ് ഉണ്ട്? 4 ഇൻറ്റു 7 28 ആണ്. അപ്പോൾ 4 ടൈംസ് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 7 28 ആണ്. 30 ആയിരുന്നു നമ്മുടെ നമ്പർ. റിമൈൻഡർ എത്രയായി? വീണ്ടും 2 ഉണ്ട്. 2 നമ്മളിങ്ങനെ എഴുതി. 2ഉം ഈ 1ഉം കൂടി കൂട്ടി വായിച്ചാൽ 21 ആയല്ലേ ഈ നമ്പർ. അല്ല, ഇങ്ങനെ കൂട്ടി വായിക്കണം കേട്ടോ. 21 ആയി. 21ൽ 7 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. ഈസി. കണ്ടോ, 7 വെച്ച് പറ്റും. അപ്പോൾ 143 വന്നു അല്ലേ. ഇനി 143നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റണേ? ഇത് 2 വെച്ച് പറ്റില്ല, 3 വെച്ച് പറ്റില്ല, 5 വെച്ച് പറ്റില്ല, 7 വെച്ചും പറ്റില്ല. 7 ഇൻറ്റു 2 14. ഒരു റിമൈൻഡർ 3 വരും. 9 പ്രൈം നമ്പർ ആണോ? അല്ല. പിന്നെ നെക്സ്റ്റ് പ്രൈം നമ്പർ 11 ആണ്. 11 വെച്ച് എന്തായാലും പറ്റും. അതെങ്ങനെ മനസ്സിലാക്കണേ? നിങ്ങൾ തന്നെ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാലേ പറ്റുള്ളൂ. 11 ഇൻറ്റു 13 143 ആണ് കേട്ടോ. അപ്പോൾ 11 വെച്ച്
പറ്റും. 13 കിട്ടി. ഇനി 13 എന്താ? ഓൾറെഡി പ്രൈം നമ്പറാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. 13 തന്നെ എഴുതുന്നു. 13ൽ 13 1 ടൈം. തീർന്നു. പ്രൈം ഫാക്ടറൈസേഷൻ തീർന്നു. 1 കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് 5005നെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 13. സിമ്പിൾ. ഈസി അല്ലേ? ഈസിയാണ് കേട്ടോ. നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ ഭയങ്കര ഈസി അല്ലേ? അങ്ങനെ ഈസിയാണെന്ന് പറയാൻ വരട്ടെ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടാ. ഇത് ചെയ്ത് കഴിഞ്ഞ് പറയാം. നോക്കിക്കോ. 7 4 2 9. എങ്ങനെ ചെയ്യും? എങ്ങനെ കട്ട് ചെയ്യും? വരച്ചു. 2 വെച്ച് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ലാസ്റ്റ് ഓടാണ്. 3 വെച്ച് പറ്റുമോ? പറ്റില്ല. ഈ ഡിജിറ്റ്സ് കൂട്ടി നോക്കിക്കോ. 3യുടെ മൾട്ടിപ്പിൾ അല്ല. 3 വെച്ചും പറ്റില്ല. 5 വെച്ച് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ലാസ്റ്റ് 0യും അല്ല, അല്ലേ? 5ഉം അല്ല. അപ്പോൾ അല്ല, ഈ ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കാൻ 9 അല്ലേ? അപ്പോൾ 5 വെച്ച് എന്തായാലും പറ്റില്ല. പിന്നെ 7 വെച്ച് പറ്റുമോ? 7 വെച്ച് പറ്റില്ല. നിങ്ങൾ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. 7 വെച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് 11 വെച്ച് നോക്കാം. 7 കഴിഞ്ഞ് പിന്നെ 11 അല്ലേ അടുത്ത പ്രൈം നമ്പർ. 11 വെച്ച് ചെയ്ത് നോക്കാം. 11 വെച്ച് ചെയ്താൽ നമുക്ക് സൈഡിൽ ചെയ്യാം. 7 4 2 9നെ 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാന്നല്ലേ? 11 വെച്ച് ചെയ്ത് എന്ത് കിട്ടും? 11 ഇൻറ്റു 6 66, റിമൈൻഡർ 8 82 വരും അല്ലേ? അപ്പോൾ 11 ഇൻറ്റു 7 ആണ് 77, 59 വരും. അപ്പോൾ 11 ഇൻറ്റു 5 ചെയ്താൽ 55 കിട്ടും. റിമൈൻഡർ 4 വരും. എന്തായാലും 4ൽ പിന്നെ 4നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും 11 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 13 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. അപ്പോൾ 7 4 2 9 ഡിവൈഡഡ് ബൈ 13. 13 വെച്ച് ചെയ്താൽ എന്ത് കിട്ടും? 13 ഇൻറ്റു 5 65 ആണ്. ഓക്കെ. അപ്പോൾ റിമൈൻഡർ 9 ഉണ്ട്. 92 എന്ന് വരും അല്ലേ? 13 ഇൻറ്റു 7 91 വരും കേട്ടോ. അപ്പോൾ റിമൈൻഡർ 1 ഈ ഇറക്കി എഴുതി കഴിയുമ്പോൾ 19 വരും. 13ൽ 13 1 ടൈം അല്ലേ? 13 എഴുതുന്നു. റിമൈൻഡർ 6. ഇനിയൊന്നുമില്ല. 6ൽ 13 അടങ്ങില്ല. അപ്പോൾ റിമൈൻഡർ വന്നു. 13 വെച്ചും ചെയ്യാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ മാത്രം. ഈ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. പേടിക്കണ്ട. അപ്പോൾ വീണ്ടും 7 4 2 9നെ 13 നോക്കി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 17 കൊണ്ട് നോക്കാം. അപ്പോൾ 7 4 2 9 ഡിവൈഡഡ് ബൈ 17 എന്ത് വരും? 4 വരും. 17 ഇൻറ്റു 4 68 ആണ്. റിമൈൻഡർ 6 2 താഴത്തേക്ക് ഇറക്കി എഴുതി. 17 ഇൻറ്റു 3 51 ആണ് കേട്ടോ. അപ്പോൾ 17 ഇൻറ്റു 3 51. റിമൈൻഡർ 1 1 9. ഓക്കെ കിട്ടി. 17 119 ടേബിളിൽ 17 വരുമോ? വരും. 17 ഇൻറ്റു 7 119 ആണ് കേട്ടോ. അപ്പോൾ 17 ഇൻറ്റു 7 119. റിമൈൻഡർ 0 കിട്ടി. കണ്ടോ? അപ്പോൾ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ ഉള്ളത്? 17 ആണ് കേട്ടോ. ഫസ്റ്റ് പ്രൈം നമ്പർ 17 ആണ്. 17 വെച്ചേ ഡിവിസിബിൾ ആവുള്ളൂ. 3ഉം 5ഉം 7ഉം ഒന്നും വെച്ച് പറ്റില്ല. എന്ത് വെച്ച് പറ്റുള്ളൂ? 17. എത്ര ടൈംസ് ഉണ്ട് 17? 437 ടൈംസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. ഓക്കെ. ഇനി വീണ്ടും പാര. 437നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 17 വെച്ച് പറ്റില്ല. ഞാൻ നോക്കിയിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡിവൈഡ് ചെയ്ത് നോക്കണം. റിമൈൻഡർ 0 വരുന്നുണ്ടാന്ന്. പറ്റില്ല. 437നെ 19 വെച്ചേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 19 ആണ് അടുത്ത പ്രൈം നമ്പർ ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റണേ. 19 വെച്ച് ചെയ്യുമ്പോൾ എത്ര ടൈംസ് കിട്ടുമെന്ന് അറിയോ? 19 വെച്ച് ചെയ്യുമ്പോൾ 23 എന്ന് കിട്ടും. 23. 19 ഇൻറ്റു 23 ആണ് 437. ഇത് നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് കട്ട് ഒന്നും ഇല്ല കേട്ടോ ഇതിന്. ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും ചോദിക്കില്ല. നമ്മൾ ഇത് വിട്ട് കളയേണ്ട. ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് എടുത്ത് തന്നെ കൺസിഡർ ചെയ്ത് വെച്ചോ. ഓക്കെ. 23 എന്താണ്? ഓൾറെഡി പ്രൈം നമ്പറാണ്. അപ്പോൾ 23 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര കിട്ടും? 1 കിട്ടും. തീർന്നു. ലാസ്റ്റ് 1 കിട്ടില്ലേ? തീർന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7 4 2 9 ഈക്വൽ ടു 17 ഇൻറ്റു 19 ഇൻറ്റു 23 ഇൻറ്റു 1 വേണ്ട 23 ഇത്ര മതി. ഇതാണ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതിയേക്കണേ. സിമ്പിൾ. ഓക്കെ. എൻ്റെ മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴാട്ടോ തീർന്നേ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടണേ. ഓക്കെ. നെക്സ്റ്റ് പേജിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണേ? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ഫോളോയിങ് പെയർ ഓഫ് ഇൻഡിജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? LCM ഇൻറ്റു HCF ചെയ്ത് എന്ത് കിട്ടും? രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും.
അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചേക്കണേ, LCM HCF കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് വെരിഫൈ ചെയ്യുക. ആദ്യം നമ്മൾ LCM HCF കണ്ടുപിടിക്കണം ഇല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ചെയ്ത് നോക്കാം. ആദ്യം 26ൻ്റെ ചെയ്യാം. 26ൻ്റെ ചെയ്താൽ 2 13 വരും അല്ലേ? 13 പ്രൈം നമ്പർ ആണ് ഓൾറെഡി. അപ്പോൾ 13 1 ടൈം. ഓക്കെ, ഇനി 91ൻ്റെ ചെയ്യാം. 91 ചെയ്താൽ 2 വെച്ച് പറ്റില്ല, 91 എന്തായാലും. 3 വെച്ചും പറ്റില്ല, 5 വെച്ച് ഒരിക്കലും പറ്റില്ല, അവസാനം 1 അല്ലേ? 7 വെച്ച് നോക്കാം. അപ്പോൾ 7 ചെയ്താൽ 9ൽ 7 1 ടൈം 21 ആകും ഇതപ്പോൾ അല്ലേ? റിമൈൻഡർ 2 അല്ലേ? 21 ആയി 3 ടൈംസ്. ഓക്കെ. അപ്പോൾ 13 ഓൾറെഡി പ്രൈം ആണ്. 13ൽ 13 1 ടൈം. അപ്പോൾ 26നെ നമുക്ക് എങ്ങനെ എഴുതാം? 26 ഈക്വൽ ടു 2 ഇൻറ്റു 13 ഇൻറ്റു 1. 1 എപ്പോഴും എഴുതണം കേട്ടോ. നമ്മൾ LCM HCF കണ്ടുപിടിക്കുമ്പോൾ ഈ 1 എഴുതണം. 91 എങ്ങനെ എഴുതാം? 91 ഈക്വൽ ടു 7 ഇൻറ്റു 13 ഇൻറ്റു 1. ഓക്കെ അല്ലേ? ഓക്കെയാണ്. സംശയം വരരുത്. നേരത്തെ നമ്മൾ 1 എഴുതിയിട്ടില്ല കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊന്നും. 1 എഴുതിയാലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻറ്റു 1 ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. LCM HCF കണ്ടുപിടിക്കുമ്പോൾ 1 എഴുതണം കേട്ടോ. എന്തിനാണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം വരുന്ന ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? HCF ആദ്യം കണ്ടുപിടിക്കാം. HCF എന്നാ ഒരു ജെൻറ്റിൽ ജെയിൻ്റ് ആണ് കേട്ടോ. എന്താ പറയുക, ആൾ പാവത്താനാണ്. പക്ഷേ പേരിൽ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്നൊക്കെ കാണും. പക്ഷേ ആളെന്താ പാവത്താനാണ്. HCF പറയണത് എന്താണെന്നറിയോ? എനിക്കിതിൽ കോമൺ ഉള്ള എന്താണ്, എനിക്കത് മാത്രം മതി, ഞാൻ ഹാപ്പിയാണ്, എനിക്കങ്ങനെ അഹങ്കാരമൊന്നുമില്ല, ഞാൻ പാവത്താനാണ് കേട്ടോ, എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഈ രണ്ടിലും കോമൺ ഉള്ള ഏത് നമ്പേഴ്സാണ്? 13 കോമൺ ഉണ്ട്, 1 കോമൺ ഉണ്ട്. അപ്പോൾ HCF എത്രയാ? 13 ഇൻറ്റു 1. ഈ രണ്ട് നമ്പറിലെ കോമൺ ഉള്ളത് ഇത്രയേ ഉള്ളൂ. HCF ആയി. മനസ്സിലായില്ലേ? HCF ജെൻറ്റിൽ ജെയിൻ്റ് ആണ്, കോമൺ ഉള്ളത് മാത്രം മതി. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കണം. LCM അങ്ങനെ ജെൻറ്റിൽ ജെയിൻ്റ് ഒന്നുമല്ല. LCM ആളിച്ചിരി കലിപ്പ് പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്ന് പറയുമെന്ന് അറിയോ? എനിക്കങ്ങനെ കോമൺ ഉള്ളതൊന്നും പോരാ, എനിക്കെല്ലാം വേണം. എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, എനിക്കെല്ലാം വേണം. ഇനി ഈ ഫാക്ടേഴ്സിനകത്ത് പവർ കൂടിയ സാധനം വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കതും വേണം. അങ്ങനെ LCM പറയണേ. പവറിൻ്റെ ഇവിടെ പവറൊന്നും വന്നിട്ടില്ല. പവർ വരുന്ന ക്വസ്റ്റ്യനിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്താ? എനിക്കെല്ലാം വേണം. എല്ലാ ഫാക്ടേഴ്സും എനിക്ക് വേണം. കോമൺ ഉള്ളതും വേണം, എല്ലാം വേണം എനിക്ക്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ ഫാക്ടേഴ്സ് വന്നേക്കണേ? 2 വന്നിട്ടുണ്ട്, ഇൻറ്റു 7 വന്നിട്ടുണ്ട്, ഇൻറ്റു 13 വന്നിട്ടുണ്ട്, ഇൻറ്റു 1 വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? 13 2 വട്ടം ഓരോന്നിലും 13 വന്നിട്ടുണ്ട്. ഒരെണ്ണം എഴുതിയാൽ മതി. പവർ വരുവാണെങ്കിൽ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ LCM പറയണത് എന്താ? എനിക്ക് എല്ലാ ഫാക്ടേഴ്സും വേണം. രണ്ടിലും ഉള്ള എല്ലാ ഫാക്ടേഴ്സും എനിക്ക് വേണം. ഓക്കെ അല്ലേ? അപ്പോൾ LCM അങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയോ? 182 കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കണം, സമയം പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ HCF കിട്ടി, LCM കിട്ടി. HCF എത്ര കിട്ടി? 13 ആണ് കേട്ടോ. 13 ഇൻറ്റു 1 13. HCF LCM നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇവിടെ ഈ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതി വെക്കാം, പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. എത്രയാണ് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്? 26 ഇൻറ്റു 91 അല്ലേ? നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കണം. സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ കാണിക്കാത്തത്. സിമ്പിൾ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ? മൾട്ടിപ്ലൈ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 26 ഇൻറ്റു 91 നമ്മുടെ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ത് കിട്ടുമെന്ന് അറിയോ? 2366 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് HCF ഇൻറ്റു LCMനോട് ഈക്വൽ ആണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ HCF ഇൻറ്റു LCM ചെയ്യണം. HCF ഇൻറ്റു LCM ചെയ്താൽ എന്ത് കിട്ടുമെന്ന് അറിയോ? 13 ഇൻറ്റു എത്ര? HCF എത്രയാ? 13 കിട്ടിയിട്ടുണ്ടല്ലേ നമുക്ക്. LCM 182. ഇത് മൾട്ടിപ്ലൈ ചെയ്താലും 2366 കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കണം, മൾട്ടിപ്ലൈ ചെയ്യാതെ എഴുതി വെക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു LCM ഇൻറ്റു HCF എന്ന് കിട്ടി. അത് ലാസ്റ്റ് നമ്മൾ എഴുതി വെക്കണം കേട്ടോ. വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു HCF ഇൻറ്റു LCM വെരിഫൈഡ്. ഇങ്ങനെയാണ് ചെയ്യണേ. സിമ്പിളാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കാണാം. അപ്പോൾ ഈ പാർട്ടിൽ തന്നെ നമ്പർ ഏതൊക്കെയാണ്? 5 10 92. പഴയ പോലെ തന്നെ HCF LCM കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ? ഞാനിവിടെ സമയം കുറവായതുകൊണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. 5 10 92ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ അത് ക്ലിയർ ആയല്ലോ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം 5 10 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17 ഇൻറ്റു 1. ഓക്കെ അല്ലേ? ഇനി 92നെ എങ്ങനെ എഴുതാം? 92 ഈക്വൽ ടു
2 ഇൻറ്റു 2 ഇൻറ്റു 23 ഇൻറ്റു 1. ഓക്കെ അല്ലേ? HCF LCM കണ്ടുപിടിക്കേണ്ട പ്രോബ്ലത്തിലേ നമ്മളിങ്ങനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പവറാക്കി തന്നെ എഴുതി വെക്കണം കേട്ടോ. ഇത് 2 ഇൻറ്റു 2ന് നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഞാനിത് ഇറേസ് ചെയ്തിട്ട് 2 സ്ക്വയർ എന്ന് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും. ഇപ്പോൾ 92 എങ്ങനെയാണ്? 2 സ്ക്വയർ ഇൻറ്റു 23 ഇൻറ്റു 1. എങ്ങനെയാണ് 2 സ്ക്വയർ വന്നേ? നോക്കിക്കേ. 2 ഇൻറ്റു 2 ഇൻറ്റു 23 ഇൻറ്റു 1 ആയിരുന്നു അല്ലേ 92. 2 ഇൻറ്റു 2 ഇൻറ്റു 23 ഇൻറ്റു 1 ആയിരുന്നു 92 അല്ലേ? അതിനാണ് നമ്മൾ എങ്ങനെ എഴുതിയേക്കണേ? 2 ഇൻറ്റു 2നെ 2 സ്ക്വയർ എന്ന് എഴുതി ഇൻറ്റു 23 ഇൻറ്റു 1. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? HCF LCM കണ്ടുപിടിക്കണം. അത് നമുക്ക് ജെയിൻറ്റിനെ കണ്ടുപിടിക്കാം. HCF പാവത്താനാണ്. എനിക്ക് കോമൺ മാത്രം മതി. വേറെ ഒന്നും വേണ്ട. കോമൺ ഉള്ളത് മാത്രം മതി. കോമൺ ഉള്ളത് ഏതൊക്കെയാണ് ഇവിടെ? 2 കോമൺ ഉണ്ടോ രണ്ടിലും? ഉണ്ട്. ഇവിടെ ഒരു 2⁻² ഉണ്ടല്ലേ? ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2 കോമൺ ഉണ്ട്. 3 ഇവിടെ ഉണ്ടോ? 3 രണ്ടാമത്തെ നമ്പറിലില്ല. 5 രണ്ടാമത്തെ നമ്പറിലില്ല. 17 ഇല്ല. ആകെപ്പാടെ കോമൺ ഉള്ളത് 1 ഉണ്ട് രണ്ടിടത്തും കോമൺ അല്ലേ? ഓക്കെ. വേറെ എന്താ കോമൺ ഉള്ളത്? വേറെ ഒന്നും കോമൺ ഇല്ല. 2ഉം 1ഉം മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ HCF ആണല്ലോ. HCF എന്താ പറയണേ? എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി. കോമൺ ഉള്ളതിൽ ചെറിയ പവർ മതി എനിക്ക്. എനിക്ക് വലിയ പവർ വേണ്ട. കോമൺ ഉള്ളത് മാത്രം മതി. പക്ഷേ ആ കോമൺ ഉള്ളതിൽ തന്നെ ഏറ്റവും ചെറിയ പവർ മതി. കോമൺ ഉള്ള നമ്പർ ഏതാ? 2 ആണ്. അതിൻ്റെ ചെറിയ പവർ ഏതാ? ഇവിടെയാണല്ലേ? 510ൻ്റെ അവിടെയാണ്. 2⁻1. 2 എന്ന് പറഞ്ഞാൽ 2⁻1 അല്ലേ വെറുതെ കിടന്നു കഴിഞ്ഞാൽ. ഓക്കെ. ഇവിടെ 2⁻2. അപ്പോൾ കോമൺ ഉള്ളത് മാത്രം മതി. കോമൺ ഉള്ളത് 2 മാത്രം മതി. പിന്നെ കോമൺ ഉള്ളതിലെ ഏറ്റവും ചെറിയ പവർ ഏതാണ് അത് മതി. അപ്പോൾ 2⁻1 2 തന്നെ. പിന്നെ 1 ഉണ്ടല്ലേ കോമൺ ആയിട്ട്. ഇതാണ് എന്തെന്ന് പറയണേ? HCF എന്ന് പറയണേ. ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമുക്ക് LCM ആണ്. LCM എന്താ പറയണേ? LCM നമ്മുടെ കലിപ്പ് പെൺകുട്ടിയാണല്ലേ? LCM പറയണത് എനിക്കുള്ള ഫാക്ടേഴ്സ് മുഴുവൻ വേണം. എനിക്ക് എല്ലാ ഫാക്ടേഴ്സും വേണം. ഈ കോമൺ ഉള്ളത് മാത്രമൊന്നും പോരാ. എനിക്കെല്ലാം വേണം. എന്നിട്ട് തന്നെ എന്താ ഉള്ളത്? അതിൽ തന്നെ കൂടിയ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടിയത് വേണം. എനിക്ക് കുറഞ്ഞ പവറൊന്നും പോരാ. എനിക്ക് കൂടിയ പവർ വേണം. എനിക്ക് എല്ലാം വേണം. കൂടിയ പവറും വേണം ഉള്ളതിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മളെടുത്ത് എഴുതി വെക്കണം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഉള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 17 ഉണ്ട്, ഇവിടെ 23 ഉണ്ടല്ലേ? ഈ 2⁻2 എഴുതണോ ഇവിടെ? വേണ്ട. 2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 2 ആണത്. മനസ്സിലായില്ലേ? 2 രണ്ടിലും കോമൺ ആണ് അല്ലേ? 2 മാത്രം എഴുതിയാൽ മതി കേട്ടോ. പിന്നെന്താ? ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ. ഈ 2ൽ ഏത് 2 സെലക്ട് ചെയ്യും നമ്മൾ? 510ലെ 2 സെലക്ട് ചെയ്യുമോ? 92ലെ 2 സ്ക്വയർ സെലക്ട് ചെയ്യുമോ? ഈ 2 സ്ക്വയർ സെലക്ട് ചെയ്യണം. കാരണം LCM എന്താ പറയണേ? എനിക്കെല്ലാം വേണം. അപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? അതിൽ തന്നെ എന്ത് വേണം? ഹയസ്റ്റ് പവറുള്ള സാധനം എനിക്ക് വേണ്ടത് അല്ലേ? 2 രണ്ടിലും കോമൺ ഉണ്ട്. അതിൽ ഹയസ്റ്റ് പവർ ഏതാ ഉള്ളത്? 2⁻2 ആണല്ലേ? അപ്പോൾ ഇവിടെ LCMൻ്റെ 2 എഴുതുമ്പോൾ 2⁻2 എന്ന് എഴുതണം. കണ്ടോ? HCF നമ്മൾ 2 എഴുതിയപ്പോൾ ഏതാ എഴുതിയത്? 2⁻1 ആണ് എഴുതിയത്. 510ൻ്റെ 2 ആണ് എഴുതിയത് അല്ലേ? LCM എഴുതുമ്പോഴോ ഹയസ്റ്റ് പവറുള്ള സാധനം വേണം. അത് 2⁻2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 23,460 എന്ന് കിട്ടും കേട്ടോ. LCM നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. ഓക്കെ. അപ്പോൾ HCFും LCMും കിട്ടി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? HCF ഇൻറ്റു LCM പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യണം അല്ലേ? HCF ഇൻറ്റു LCM ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ആണെന്ന് നോക്കണം അല്ലേ? ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ആണെന്ന് നോക്കണം. HCF എത്രയാ? 2 ഇൻറ്റു LCM എത്രയാ? 23,460 ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ 510ഉം സെക്കൻഡ് നമ്പർ 92 അല്ലേ? ഫസ്റ്റ് നമ്പർ 510ഉം സെക്കൻഡ് നമ്പർ 92. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 46,920 എന്ന് കിട്ടും. ഈക്വൽ ടു 510ഉം 92ഉം മൾട്ടിപ്ലൈ നോക്കണം കേട്ടോ. നിങ്ങൾ എഴുതി വെക്കരുത് ചുമ്മാ. 510 92 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ കിട്ടും. 46,920 വെരിഫൈ ആയി. HCF ഇൻറ്റു LCM ഫസ്റ്റ് നമ്പറിന് സെക്കൻഡ് നമ്പറിന് ഈക്വൽ ആണ്. ഈസി അല്ലേ? നെക്സ്റ്റ് പേജിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? 336ഉം 54ഉം സെയിം തന്നെ. HCF LCM കണ്ടുപിടിക്കുക. പ്രോഡക്റ്റിന് ഈക്വൽ ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം. 336നെ എങ്ങനെ എഴുതാം? 336 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 1. ഓക്കെ. 54നെ എങ്ങനെ എഴുതാം? 54 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1. ശരിയല്ലേ? ഓക്കെ.
നോക്കിക്കേ, HCF LCM കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ നമ്മളിത് പവറാക്കി എഴുതണം. അപ്പോൾ നമുക്ക് താഴത്തോട്ട് എടുത്ത് എഴുതാം. 336 നമുക്കിവിടെ ഒന്നുകൂടി എഴുതാം. 336 ഈക്വൽ ടു എത്ര ടൈംസ് ഉണ്ട്? 2. 1, 2, 3, 4. 4 ടൈംസ് 2 ഉണ്ടല്ലോ. അപ്പോൾ 2⁴ എന്ന് എഴുതാം അതിനെ. ഓക്കെ അല്ലേ? 4 ടൈംസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2⁴ ആണ്. ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? 3 × 7 × 1 അല്ലേ? അത് അതുപോലെ തന്നെ എഴുതാം. 3 × 7 × 1. ഇനി 54നെ എങ്ങനെ എഴുതാം? 2 ഒരു ടൈമേ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 എന്ന് തന്നെ എഴുതിയാൽ മതി. 3 3 ടൈം വന്നിട്ടുണ്ടല്ലേ? 3 × 3 × 3 ഇവിടെ 54-ലല്ലേ? അപ്പോൾ അതിനെ 3⁻³ എന്ന് എഴുതാം. ഇൻറ്റു വേറെ എന്താ വന്നേക്കണേ? 1 മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, എഴുതി വെച്ചു. ഇനി HCFും LCM കണ്ടുപിടിക്കണം. നോക്കിക്കേ, ആദ്യം HCF കണ്ടുപിടിക്കാം. HCF ഈക്വൽ ടു HCF എന്താണ്? ജെൻറ്റിൽ ജെയിൻ്റ് ആണ്. എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി. കോമൺ ഉള്ളതിൽ ഏറ്റവും ചെറുതും മതി. അപ്പോൾ നോക്കിക്കേ, കോമൺ ഉള്ളത് ഏതാ ഇതിൽ? രണ്ടിലും 2ൻ്റെ പവേഴ്സ് കോമൺ ഉണ്ട്, 3ൻ്റെ പവേഴ്സും കോമൺ ഉണ്ട്, പിന്നെ 1 ഉണ്ട്, 7 ഇല്ല അല്ലേ? അപ്പോൾ കോമൺ ഉള്ളത് നമ്മൾ ആദ്യം എടുത്ത് എഴുതി വെക്കുക. 2ൻ്റെ പവർ കോമൺ ഉണ്ട്, ഇൻറ്റു 3ൻ്റെ പവർ കോമൺ ഉണ്ട്, പിന്നെ 1ഉം കോമൺ ഉണ്ട്. ഇനി കോമൺ ഉള്ളതിൽ എനിക്ക് ഏത് വേണം? HCFന് ഏത് വേണം? കോമൺ ഉള്ള പവേഴ്സിൽ എനിക്ക് ഏറ്റവും ചെറിയ പവർ മതി. 2ൻ്റെ പവർ ഇവിടെ രണ്ടിടത്തുണ്ട്. ഇതിൽ കോമൺ ഉള്ളതിൽ ഏറ്റവും ചെറിയ പവർ ഏതാ? 54ൻ്റെ അവിടെ കിടക്കുന്ന 2നാണല്ലേ ചെറിയ പവർ ഉള്ളത്, 2⁻1. അപ്പോൾ HCF എഴുതുമ്പോൾ ഇവിടെ 2⁻1 മതി. ഇനി ഇവിടെ 3⁻1 ഉണ്ട്, 3⁻3യും കോമൺ ആവുള്ളത്. അപ്പോൾ ഇവിടെ ഈ 3ക്ക് HCFൻ്റെ 3ക്ക് നമ്മൾ ഏത് പവർ കൊടുക്കണം? ഇതിൽ എനിക്ക് ഏറ്റവും ചെറിയ പവർ മതി. 3⁻1 ആണ് ചെറിയ പവർ ഉള്ളത് അല്ലേ? 3⁻1 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു 6 എന്ന് കിട്ടും HCF. സിമ്പിൾ അല്ലേ? ഇനി LCM കണ്ടുപിടിക്കാം. LCM ഈക്വൽ ടു LCM എന്താ പറയണേ? എനിക്കങ്ങനെ കോമൺ ഉള്ളത് മാത്രമൊന്നും പോരാ, എനിക്ക് എല്ലാം വേണം. എനിക്കുള്ള ഫാക്ടേഴ്സ് എല്ലാം വേണം. എന്നിട്ട് തന്നെ അതിലെന്താ സംഭവിക്കണേ? അതിലെനിക്ക് ഹയസ്റ്റ് പവർ എവിടെയെങ്കിലും കണ്ടാൽ എനിക്കതും വേണം. കോമൺ ഉള്ളിൽ മാത്രമൊന്നുമല്ല, ഹയസ്റ്റ് പവർ എവിടെ കണ്ടോ എനിക്കതും വേണം. എനിക്കെല്ലാം വേണം, എനിക്ക് എന്തും വേണം, ഹയസ്റ്റ് പവേഴ്സും വേണം. അപ്പോൾ നമുക്ക് നോക്കാം, എല്ലാം എഴുതി വെക്കാം ആദ്യം. ഏതൊക്കെയാണ് ഉള്ള ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് ഉള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. ഇവിടെ വീണ്ടും 2ഉം 3ഉം ആണ്. അപ്പോൾ 2ഉം 3ഉം 7ഉം ആണ് അല്ലേ? ഈ രണ്ട് നമ്പറിൽ ഫാക്ടേഴ്സിൽ 2ഉം 3ഉം 7ഉം ആണ് ഉള്ളത്. അത് എഴുതി വെച്ചു. 2, 3, 7 എഴുതി വെച്ചു. 1 ഉണ്ടല്ലേ? 1 എഴുതി. ഇനി LCMന് എന്താ വേണ്ടേ? LCMന് വേണ്ടത് ഹയസ്റ്റ് പവർ കണ്ടു കഴിഞ്ഞാൽ അത് വേണം. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പവർ 2ന് ഏതാ ഉള്ളത്? 4 ആണല്ലേ? രണ്ടിലും നോക്കിയാൽ ഹയസ്റ്റ് പവർ 4 ആണുള്ളത് 2ന്. അപ്പോൾ നമ്മൾ LCMന് എഴുതുന്ന 2ക്ക് ഹയസ്റ്റ് പവർ ആയിട്ടുള്ള 4 കൊടുക്കണം. ഇനി 3യുടെ ഹയസ്റ്റ് പവർ എന്താ ഉള്ളത്? 3ക്ക് ഹയസ്റ്റ് പവർ ഉള്ളത് 3⁻3 ആണുള്ളത് അല്ലേ ഇവിടെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LCMൻ്റെ 3ക്ക് ഏത് കൊടുക്കണം? ഹയസ്റ്റ് പവർ കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് LCM HCF കണ്ടുപിടിക്കണത്. അപ്പോൾ എന്ത് വരും? 2⁴ എന്ന് 2⁴ ഇൻറ്റു 3⁻3 ഇൻറ്റു 7 ഇൻറ്റു 1 എത്ര കിട്ടുമെന്ന് അറിയോ? നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കണം കേട്ടോ, സമയം മുഴുവൻ ചെയ്യാത്ത. 3024 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? HCFും LCMും കിട്ടി. ഇനി നമ്മൾ വെരിഫൈ ചെയ്യണം അല്ലേ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു HCF ഇൻറ്റു LCM ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? എന്ത് കിട്ടുമെന്ന് അറിയോ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ചെയ്യുമ്പോൾ ഇതാ കിട്ടണേ കേട്ടോ. 336 ഇൻറ്റു 54 അതല്ലേ നമ്പേഴ്സ്? 336ഉം 54ഉം ഈക്വൽ ടു HCF 6, LCM 3024 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടണേ. 18144 ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18144 കിട്ടും കേട്ടോ. ഇനി HCF LCM മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് കിട്ടും? വീണ്ടും അത് തന്നെ കിട്ടും, 18144. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം മൾട്ടിപ്ലൈ ചെയ്ത്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ എക്സസൈസ് 1.1 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് ചെയ്യണം കേട്ടോ. എന്താ പറയണേ? LCMും HCFും ഫൈൻഡ് ചെയ്യാനാ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ നമ്പറിന് എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? നമ്മൾ മുന്നേയൊക്കെ ചെയ്ത് ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, കണ്ടുപിടിക്കാം. 12ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്താൽ 2 വെച്ച് ചെയ്യാം അല്ലേ? 6 ടൈംസ്, വീണ്ടും 2 വെച്ച് ചെയ്യാം 3 ടൈംസ്, 3നെ 3 വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ 1 ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് 12നെ എങ്ങനെ എഴുതാം? 12 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1. നമ്മൾ LCM HCF എല്ലാം കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ നമ്മളിതിനെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 2 ടൈംസ് വന്നിട്ടില്ലേ? അപ്പോൾ പവറാക്കി എഴുതണം കേട്ടോ. 2⁻2 ഇൻറ്റു 3 ഇൻറ്റു 1. ഓക്കെ, ഇനി നമുക്ക് 15ൻ്റെ ചെയ്യണം.
15 ചെയ്യാം, 3 വെച്ച് ചെയ്യാം അല്ലേ? 5 ടൈംസ് 5 പ്രൈമാണ്, 5 പ്രൈമാണ്. ഓക്കെ, അപ്പോൾ 1 ടൈം. ഓക്കെ, തീർന്നു. അപ്പോൾ നമുക്ക് 15 എങ്ങനെ എഴുതാം? 15 ഈക്വൽ ടു 3 ഇൻറ്റു 5 ഇൻറ്റു 1. ഓക്കെ, ഇനി 21 അല്ലേ? 21 എങ്ങനെ ചെയ്യാം? 21നെ 3 വെച്ച് ചെയ്യാം അല്ലേ? 7 ടൈംസ് 7നെ 7 വെച്ച് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, 1 ടൈം. ഓക്കെ അല്ലേ? ഇത് നമ്മൾ തറവായതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോയതേ. ഓക്കെ, അപ്പോൾ 21 ഈക്വൽ ടു 3 ഇൻറ്റു 7 ഇൻറ്റു 1. ഓക്കെ, ഇനി നമുക്ക് LCMും HCFും കണ്ടുപിടിക്കണം. നോക്കിക്കേ, LCM HCF എന്താ പറയണേ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ആൾ ഭയങ്കര പേരിലൊക്കെ അങ്ങനെയാണ്, പക്ഷേ ജെൻറ്റിൽ ജെയിൻ്റാണ്. എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി അല്ലേ? അതിൽ തന്നെ എന്ത് മതി? എനിക്ക് ഏറ്റവും ലോവസ്റ്റ് പവർ ഉള്ളത് മതി. അതാണ് HCF പറയണേ. അപ്പോൾ കോമൺ ഉള്ളത് ഏതാ ഉള്ളത്? കോമൺ ഉള്ളത് 2 ഉണ്ടോ കോമൺ? ഇല്ല. ഇവിടെ ഉണ്ട്, ഇവിടെ രണ്ടിടത്തും ഇല്ല. 3 ഉണ്ടോ? 3 എല്ലായിടത്തും ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇനി 5 ഇവിടെ ഉണ്ട്, 12ൻ്റെ അതിലില്ല, ഇവിടെ ഇല്ല അല്ലേ? 7 ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമൺ ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ? കോമൺ ഉള്ള സംഖ്യ 3 മാത്രമേ ഉള്ളൂ അല്ലേ? 3 മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ HCF എത്രയാ? 3 ആണ് അല്ലേ? അതിൻ്റെ ലോവസ്റ്റ് പവറും 1 തന്നെയാണ് എല്ലായിടത്തും അല്ലേ? അതുകൊണ്ട് HCF 3. ഓക്കെ അല്ലേ? ഇനി LCM എന്താ പറയണേ? എനിക്ക് അങ്ങനെ ഇതൊന്നും പോരാ. എന്താ? എനിക്ക് ലോവസ്റ്റ് പവർ അതൊന്നും പോരാ. എനിക്കുള്ളത് മുഴുവൻ വേണം. ഉള്ള ഫാക്ടേഴ്സ് മുഴുവൻ എനിക്ക് വേണം. ഹയസ്റ്റ് പവർ ഉണ്ടെങ്കിൽ അതും കൂടി എനിക്ക് വേണം അല്ലേ? അപ്പോൾ നമ്മൾ ഉള്ള ഫാക്ടേഴ്സ് എല്ലാം എഴുതണം. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്? 2 ഫാക്ടറാണ്, 3 ഫാക്ടറാണ്, വേറെന്താ 5 ഫാക്ടറാണ്, വേറെ 7 ഫാക്ടറാണ്, പിന്നെ 1 ഉണ്ട്. 1 എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 ഒരു ഫാക്ടറാണ് അല്ലേ? 3 ഒരു ഫാക്ടറാണ്, 5 ഒരു ഫാക്ടറാണ്, 7 ഒരു ഫാക്ടറാണ്, 1 ആണ്. ഇൻറ്റു 1 ചെയ്താലും 1 തന്നെ ഉണ്ട്, 1 എഴുതണ്ട. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അതിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. കോമൺ ഉള്ളതിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഹയസ്റ്റ് പവർ ഉണ്ടെങ്കിൽ എനിക്ക് അത് വേണം അല്ലേ? ഹയസ്റ്റ് പവർ. അപ്പോൾ 2വിന് ഇവിടെ എന്താ ഉള്ളത്? പവർ 2 ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 2 കൊടുക്കണം ഇവിടെ LCM എഴുതുമ്പോൾ. ഹയസ്റ്റ് പവർ ഉണ്ടെങ്കിൽ അതും വേണം LCMന്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ആൻസർ 420 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സമയം പോകാതിരിക്കാനായിട്ടാണ് ഞാൻ എളുപ്പത്തിൽ എഴുതി വെക്കണേ. ഓക്കെ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. LCM HCF കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പേജിൽ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് HCF LCM കണ്ടുപിടിക്കാൻ. നോക്കിക്കേ, ഈ തന്നേക്കുന്ന നമ്പറിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും പ്രൈം നമ്പേഴ്സ് ആണ് കേട്ടോ. ഓൾറെഡി വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എന്ത് കിട്ടും? 17 ചെയ്താൽ എന്ത് കിട്ടും? 17 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 1 വരും ഇല്ലേ? ഇനി 23നെ ചെയ്താലോ? 23നെ 23 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 1 കിട്ടും. 1 കിട്ടുമ്പോഴല്ലേ നമ്മൾ നിർത്താറുള്ളേ. ഓക്കെ, ഇനി 29നെയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 29 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത് എന്ത് കിട്ടും? 29 1 ടൈം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 17 ഈക്വൽ ടു 1 ഇൻറ്റു 17 അല്ലെങ്കിൽ 17 ഇൻറ്റു 1. ഓക്കെ, ഇനി 23 ഈക്വൽ ടു 1 ഇൻറ്റു 23. ഇനി അതുപോലെ 29 ഈക്വൽ ടു 1 ഇൻറ്റു 29. ഞാൻ 1 എഴുതണമെന്ന് നിങ്ങൾ തുടക്കം തൊട്ട് പറയണില്ലേ? ഇതിനു വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ HCF നമുക്ക് കണ്ടുപിടിക്കണ്ടേ? HCF ഈക്വൽ ടു HCF എന്താണ്? ജെൻറ്റിൽ ജെയിൻ്റ് ആണ്. എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി. നമ്മൾ 1 എഴുതിയില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും കോമൺ ഉള്ളതുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ എന്താ കോമൺ ഉള്ളത്? ഇവിടെ 1 കോമൺ ഉണ്ടല്ലോ എല്ലായിടത്തും. അപ്പോൾ ഇതിൻ്റെ HCF എത്രയാണ്? 1 ആണ് കേട്ടോ. വേറെ ഒന്നും കോമൺ ഇല്ലല്ലോ. വേറെ ഒന്നും കോമൺ ഇല്ല. HCF എന്താ പറയണേ? എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ 1 എഴുതണമെന്ന് പറഞ്ഞത് നേരത്തെ. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ HCF. ഇനി LCM എങ്ങനെ കണ്ടുപിടിക്കണേ? LCM എന്താ പറയണേ? എനിക്കെല്ലാം വേണം. എനിക്കങ്ങനെ കോമൺ ഉള്ളതൊന്നും പോരാ. എനിക്കെല്ലാം വേണം. എനിക്കെല്ലാം വേണമെന്ന് താനും അതിൽ ഹയസ്റ്റ് പവർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും ഹയസ്റ്റ് കൂടി എനിക്ക് വേണം. അപ്പോൾ നോക്കിയേ, എന്തൊക്കെയാണ് വന്നേക്കണേ ഇവിടെ? LCM ഈക്വൽ ടു ഏതൊക്കെയാണ് വന്നേക്കണേ? 17 വന്നിട്ടുണ്ട്, 23 ഉണ്ട്, 29 ഉണ്ട് അല്ലേ? അപ്പോൾ 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ 17 ഇൻറ്റു 23 ഇൻറ്റു 29 ഇൻറ്റു 1 എഴുതിയില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്ത് വരും? 17 ഇൻറ്റു 23 ഇൻറ്റു 29 എത്ര കിട്ടുമെന്ന് അറിയോ? 11,339 11,339. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ. സമയം പോകുന്നുണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. HCFും LCMും പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പേജിൽ നോക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ
ലാസ്റ്റ് പാർട്ടാണിത്. 8, 9 ആൻഡ് 25. ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ? 8നെ ചെയ്യാം, ഇങ്ങനെ ചെയ്യും, 2 വെച്ച് ചെയ്യാം, 4 ടൈംസ്, 4നെ വീണ്ടും 2 വെച്ച് ചെയ്യാം, 2 ടൈംസ്, 2നെ 2 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, 1 ടൈം. ഓക്കെ അല്ലേ? അപ്പോൾ 8നെ എങ്ങനെ എഴുതാം? 8 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1. LCM HCF അല്ലേ? അപ്പോൾ നമ്മൾ പവറാക്കി എഴുതണം കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും? 2⁻³ ഇൻറ്റു 1. 3 ടൈംസ് ഇല്ലടാ മക്കളെ, അതാണ് 2⁻3. ഓക്കെ, ഇനി 9നെ എങ്ങനെ എഴുതാം? 3 വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 3 ആണ് 9. 3നെ 3 വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ, 1. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 9 ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 1. പവറാക്കി എഴുതുമ്പോൾ 3⁻² ഇൻറ്റു 1. ഓക്കെ അല്ലേ? ഇനി 25നെയോ 5 വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. 5 വെച്ച് ചെയ്താൽ 5 ടൈംസ്. 5നെ 5 വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ, 1 ടൈം. അപ്പോൾ എന്ത് കിട്ടും? 25 ഈക്വൽ ടു 5 ഇൻറ്റു 5 ഇൻറ്റു 1. അപ്പോൾ എന്ത് കിട്ടി? 2 പ്രാവശ്യമല്ലേ 5 ഉള്ളേ? അല്ലേ, 2 പ്രാവശ്യമല്ലേ? അപ്പോൾ 5² ഇൻറ്റു 1. ഓക്കെ അല്ലേ? അപ്പോൾ 3ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു, മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതി. ഇനി HCF കണ്ടുപിടിക്കണം. നോക്കിക്കേ, HCF കണ്ടുപിടിക്കുമ്പോൾ എന്താ HCF പറയണേ? ഞാൻ പേര് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, പക്ഷെ എന്താണ്, എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി. എനിക്ക് അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കണം താല്പര്യമില്ല. എനിക്ക് കോമൺ ഉള്ളത് മാത്രം മതി. കോമൺ ഉള്ള ഏതെങ്കിലും ഉണ്ടോ? ഏതൊക്കെയാണ് ഇവിടെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. കോമൺ ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഇവിടെ 2 ഉണ്ട്, ഇവിടെ എൻ്റെ അടുത്ത് 2 ഇല്ല. ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ 5 ഉണ്ട്, ഇവിടെ അടുത്തും ഇല്ല. അപ്പോൾ എന്താ കോമൺ ഉള്ളത്? ഉണ്ടോ? 1 മാത്രമേ കോമൺ ഉള്ളൂ. HCF എത്രയാ? 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ 1 എഴുതണമെന്ന് പറഞ്ഞത്. HCF കണ്ടുപിടിക്കുമ്പോൾ 1 എഴുതുമ്പോൾ ഉപകാരപ്പെടും നമുക്ക്. LCM കണ്ടുപിടിക്കണേ. LCM എന്താ പറയണേ? LCM പറയണത് എനിക്കെല്ലാം വേണം, എനിക്ക് കോമൺ ഒന്നും പോരാ, എനിക്കുള്ള ഫാക്ടേഴ്സ് എല്ലാം വേണം. അതിൽ തന്നെ ഹയസ്റ്റ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പോന്നോട്ടെ. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി വെക്കുക. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട്. ഇനി ഉള്ളതിൻ്റെ ഹയസ്റ്റ് വേണം എനിക്ക്. 2ൻ്റെ ഹയസ്റ്റ് ഏതാ ഉള്ളത്? 3 ആണുള്ളത് അല്ലേ? ഇനി 3ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ ഉള്ളത്? ഇവിടെയാണ്, 2 ആ ഉള്ളത്. ഇനി 5ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ ഉള്ളത്? 2 ആണുള്ളത്, ഇവിടെയാണുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും? 2⁻3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ആണ്. ഇൻറ്റു 3⁻2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9 ആണ്. 5⁻2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25 ആണ്. ഇൻറ്റു 1 1800 എന്ന് കിട്ടും. വെരിഫൈ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. HCF LCMഉം പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിക്കാനേ പറഞ്ഞിട്ടുള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ 3 പാർട്ടും കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത പേജിൽ ചെയ്യാം. എക്സസൈസ് 1.1ൻ്റെ 4th ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണേ? ഗിവൺ ദാറ്റ് HCF ഓഫ് 306 ആൻഡ് 657 ഈസ് 9. ഫൈൻഡ് LCM അല്ലേ? HCF തന്നിട്ടുണ്ട്, 9 ആണ്. LCM കണ്ടുപിടിക്കണം. 2 നമ്പറും തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കണേ LCM? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചാണോ ചെയ്യണേ? അല്ല. അങ്ങനെയാണെങ്കിൽ അവർ HCF ഇവിടെ തന്നിട്ടുണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവും പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണേ? നമ്മൾ നമ്മുടെ ആ റിലേഷൻ ഉപയോഗിക്കണം അല്ലേ? HCF LCM തമ്മിലുള്ള എന്താ റിലേഷൻ? HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ അല്ലേ? ഇതല്ലേ റിലേഷൻ? അതെ. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓൾറെഡി തന്നിട്ടുണ്ട്. HCF തന്നിട്ടുണ്ട്. എത്രയാ? 9 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു നമ്പർ തന്നിട്ടുണ്ടല്ലേ? ഫസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്. ഏതാ? ഏത് വേണേലും എടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്പർ 306. സെക്കൻഡ് നമ്പറും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് ഓൾറെഡി. സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എത്രയാ? 657. ഓക്കെ അല്ലേ? എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ വാല്യൂസൊക്കെ നമ്മുടെ ഈ റിലേഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. പുട്ട് ചെയ്ത് കൊടുക്കുക ചുമ്മാ. HCFന് പകരം 9 ചെയ്യുക. ഇൻറ്റു LCM അറിയില്ല, അതുപോലെ തന്നെ എഴുതി. ഈക്വൽ ടു അതുപോലെ ഇട്ടു. ഫസ്റ്റ് നമ്പറിന് പകരം 306 കൊടുത്തു. ഇൻറ്റു സെക്കൻഡ് നമ്പറിന് പകരം 657 കൊടുത്തു. ഓക്കെ അല്ലേ? ഇതുവരെ വളരെ ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഒന്നുമില്ല. LCM ഇവിടെ തന്നെ നിർത്തുക. ഈക്വൽ ടു അതുപോലെ തന്നെ ഇടുക. ഈ 306 അതുപോലെ തന്നെ എഴുതുക. ഈ 657 അതുപോലെ തന്നെ എഴുതുക. ഒരു മാറ്റം ഇല്ലല്ലേ? ഈ സ്റ്റെപ്പിനൊന്നും ഒരു മാറ്റം ഇല്ല. ഇവിടെ 9 മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണല്ലേ? ആ 9 ഇപ്പുറത്തെ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? ഡിവൈഡ് ചെയ്യാനാവും അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 9 എന്നാവും.
LCM ഈക്വൽ ടു അല്ലേ? ആ അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും? നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഈ 9 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. നോക്കിക്കേ, 9ൽ 9 എത്ര ടൈംസ് ഉണ്ട്? 9ൽ 9 1 ടൈം. ഡിവൈഡ് ചെയ്യണം കേട്ടോ 306നെ 9 കൊണ്ട്. കട്ട് ചെയ്ത് ഇനി 306നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യണേ? 30ൽ 9 എത്ര ആവശ്യമുണ്ട്? 3 ടൈംസ് ഉണ്ടല്ലേ? 3 ഇൻറ്റു 9 27 ആണ്. ഒരു 3 റിമൈൻഡർ ആയിട്ടുണ്ട്. ആ 3 ഈ 6ൻ്റെ ഒപ്പം ചേർത്ത് വായിച്ചാൽ എന്താവും? 36 ആവും. 36ൽ 9 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട്. അപ്പോൾ എന്തായി? 34 എന്നായി. 306ഉം 9ഉം കട്ട് ചെയ്തപ്പോൾ. അപ്പോൾ LCM എന്ത് വരും? LCM ഈക്വൽ ടു 34 ഇൻറ്റു 657. കട്ട് ചെയ്യണം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും ഇതിൻ്റെ ആൻസർ എന്നറിയോ? 22 33 8. ഓക്കെ, 22,338 എന്ന് കിട്ടി കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ HCF തന്നിട്ടുണ്ട്, 2 നമ്പർ തന്നിട്ടുണ്ട്, LCM അങ്ങനെ പിടിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യുക? റിലേഷനിൽ ഇട്ട് കൊടുക്കുക, ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണേ? ചെക്ക് വെദർ 6 raised to n can end with digit 0 for any natural number n. അതായത് നമ്മളിങ്ങനെ 6ന് പവർ കൊടുത്ത് പോന്നു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും 0യിൽ എൻഡ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കണേ. കിട്ടുന്ന ആൻസർ അതായത് യൂണിറ്റ്സ് പ്ലേസ് ഇല്ലേ? കണ്ടില്ലേ? 36ൻ്റെ 216ൻ്റെ 1296ൻ്റെ ഈ യൂണിറ്റ്സ് പ്ലേസിൽ എപ്പോഴെങ്കിലും 0 വരുമെന്നാണ് ചോദിച്ചേക്കണേ. നമുക്ക് എഴുതിയത് നിന്ന് മനസ്സിലാവും അല്ലേ? ഒരിക്കലും 0 വരാൻ പോണില്ല. 6ന് നിങ്ങൾ റേസ് ടു 1 crore കൊടുത്താലും എന്തേ വരുള്ളൂ? ലാസ്റ്റ് 6ൽ എൻഡ് ചെയ്യുള്ളൂ. എന്താ കാരണം എന്നറിയോ? കാരണം പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. 6നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. നോക്കിക്കേ, എന്താ 6നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ കിട്ടണേ? 2 ഇൻറ്റു 3 ഇൻറ്റു 1 അല്ലേ? നിൽക്കട്ടെ, 0 വെച്ച് എൻഡ് ചെയ്യുന്ന നമ്പറിന് കുറച്ച് പ്രത്യേകതയുണ്ട്. നോക്കിക്കേ, 2 എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്ത് കിട്ടും? 10 0യിൽ എൻഡ് ചെയ്യുന്നതാണല്ലേ? അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്താ കിട്ടണേ? 2 ഇൻറ്റു 5 ഇൻറ്റു 1 150 ചെയ്താലോ? 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1 അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 2ഉം 5ഉം അതിനകത്ത് ഉണ്ടായിരിക്കണം ഫാക്ടേഴ്സ് ആയിട്ട്, പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട്. മനസ്സിലായോ? 150ലും നോക്കിക്കേ, ഒരു 2ഉം ഒരു 5ഉം എന്തായാലും നിർബന്ധമായിട്ടുണ്ട്. 3 എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഒരു 5 എക്സ്ട്രാ വന്നിട്ടുണ്ട്, ആയിക്കോട്ടെ. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒരു 2ഉം ഒരു 5ഉം നിർബന്ധമായിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ 0യിൽ എൻഡ് ചെയ്യണ നമ്പറിൻ്റെ പ്രത്യേകതയാണിത്. ഇനി നമുക്ക് 6 raised to nൻ്റെ കാര്യം നോക്കാം. 6ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 ഇൻറ്റു 3 ഇൻറ്റു 1 അല്ലേ? അപ്പോൾ 6 raised to nൻ്റെ എന്തായിരിക്കും? 2 ഇൻറ്റു 3 ഇൻറ്റു 1 raised to n. ഒന്നും ചെയ്തില്ല, 6ന് പകരം 2 ഇൻറ്റു 3 ഇൻറ്റു 1 എഴുതി, raised to n ഇവിടെ കൊടുത്തു. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to n ഇൻറ്റു 3 raised to n ഇൻറ്റു 1 raised to n. എന്തെങ്കിലും ആയിക്കോട്ടെ. നോക്കിക്കേ, ഇതിനകത്ത് എന്തില്ല? 5 എന്ന് പറഞ്ഞൊരു പ്രൈം ഫാക്ടർ ഇല്ല അല്ലേ? അപ്പോൾ ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 2ഉം 5ഉം ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം, 2ഉം ഉണ്ടായിരിക്കണം. ഒരു 2ഉം ഒരു 5ഉം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ 2 ഉണ്ട്, 6 raised to n ഇല്ല, പക്ഷേ 5 ഇല്ല. അതുകൊണ്ട് 6 raised to n cannot end with 0 because എന്താണ്? ഇറ്റ് ഡസിൻറ്റ് ഹാവ് ബോത്ത്. എന്ത് വേണം 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ? ബോത്ത് 2 and 5 വേണം അല്ലേ? ആസ് ഫാക്ടേഴ്സ്. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ 2ഉം 5ഉം ഫാക്ടേഴ്സ് ആയിട്ട് നിർബന്ധമായിട്ട് വേണം അല്ലേ? 6 raised to nൽ 2ഉം 5ഉം ഇല്ല, 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അത് 0യിൽ എൻഡ് ചെയ്യാൻ പറ്റില്ല. ഈസി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് പേജിൽ കാണാം. മക്കളെ, നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ പാഠത്തിലെയും എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ച് എനിക്കും സപ്പോർട്ട് തരണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. 6th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണേ? എക്സ്പ്ലെയിൻ വൈ 7 ഇൻറ്റു 11 ഇൻറ്റു 13 പ്ലസ് 13 ആൻഡ് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഒന്നുമില്ല, ഈ നമ്പറും കോമ്പോസിറ്റ് നമ്പർ ആണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കണേ. എന്താ കോമ്പോസിറ്റ് നമ്പർ?
എന്താ പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫാക്ടർ അല്ലെങ്കിൽ 2 നമ്പർ വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്തെന്ന് പറയണേ? പ്രൈം നമ്പർ. കോമ്പോസിറ്റ് നമ്പർ എന്താ? 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പർ, അല്ലെങ്കിൽ ഒരു നമ്പറിനെ 2ൽ കൂടുതൽ നമ്പർ വെച്ചിട്ട് പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ എന്തെന്ന് പറയണേ? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയണേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, എ നമ്പർ ഹാവിങ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഈസ് കാൾഡ് കോമ്പോസിറ്റ് നമ്പർ. എക്സാമ്പിൾ, 10 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 10ൻ്റെ ഫാക്ടറായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞേ? 1 എല്ലാ നമ്പറിൻ്റെ ഫാക്ടർ ആയിരിക്കും. പിന്നെ 2 10ൻ്റെ ഫാക്ടറാണ്. പിന്നെ 5 10ൻ്റെ ഫാക്ടറാണ്. പിന്നെ 10ഉം 10ൻ്റെ ഫാക്ടർ ആയിരിക്കും. നോക്കിക്കേ, 1ഉം ആ സെയിം നമ്പറും എല്ലാ നമ്പറിൻ്റെയും ഫാക്ടർ ആയിരിക്കും എപ്പോഴും കേട്ടോ. അതായത് 1 വെച്ചിട്ടും ആ സെയിം നമ്പർ വെച്ചിട്ടും ആ ഗിവൺ നമ്പറിനെ എപ്പോഴും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫാക്ടർ എന്ന് പറയണേ. ഓക്കെ അല്ലേ? അപ്പോൾ 1ഉം സെയിം നമ്പറും എപ്പോഴും ഫാക്ടർ ആയിരിക്കും. അത് കൂടാതെ 2ഉം ഒരു ഫാക്ടർ ആണെന്ന് കണ്ടു, 5ഉം ഒരു ഫാക്ടർ ആണെന്ന് കണ്ടു. അപ്പോൾ 10 എന്താണെന്ന് പറയാം? കോമ്പോസിറ്റ് നമ്പർ ആണ്. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ ഇവിടെ? ഈ 2 നമ്പറും കോമ്പോസിറ്റ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 നമ്പറിനും ആ നമ്പറും 1ഉം അല്ലാണ്ട് വേറെ ഒരു ഫാക്ടർ കൂടി ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറയാം? ഇത് രണ്ടും കോമ്പോസിറ്റ് ആണെന്ന് പറയാം. ഇല്ലേ? അതാ നമ്മൾ ചെയ്യാൻ പോണേ. നെക്സ്റ്റ് പേജിൽ ചെയ്യാം. നോക്കിക്കേ, ഞാനിവിടെ 2 നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് നമ്പറിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു, നോക്കണം മക്കളെ, ഈ ടേമിലും ഒരു 13 കോമൺ ഇല്ലേ? രണ്ടിലും 13 ഉണ്ടല്ലേ? അപ്പോൾ 13 നമുക്ക് കോമൺ ആക്കി പുറത്തെടുക്കാം. എന്തിനാ 13 നമ്മൾ കോമൺ ആക്കി പുറത്തെടുക്കണേ? പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ടേമിൽ നിന്ന് 13 പോയാലും മിച്ചം എന്തുണ്ട്? ഒരു 7 × 11 ഉണ്ട്. ഈ 13 നമ്മൾ എടുത്തു അല്ലേ ഫസ്റ്റ് ടേമിൽ നിന്ന്. അപ്പോൾ മിച്ചം എന്തുണ്ട്? 7 × 11 ഉണ്ട്. സെക്കൻഡ് ടേമിൽ നിന്നോ? ഈ ടേമിൽ ഓൾറെഡി 13 മാത്രമേ ഉള്ളൂ. ആ 13 നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിച്ചം എന്തുണ്ട്? ഈ പ്ലസ് അതുപോലെ തന്നെ ഇടുക. 13 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 ആ മിച്ചമുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈക്വൽ ടു 13, ബ്രാക്കറ്റ് മാറ്റുന്നു. വേണ്ട, ബ്രാക്കറ്റ് മാറ്റണ്ട, ബ്രാക്കറ്റ് ചെയ്യാം. 7 × 11 എത്രയാ? 77 പ്ലസ് 1. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 13 × 77 പ്ലസ് 1 എത്രയാ? 78. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 13 × 78 എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, സൂക്ഷിച്ച് നോക്കിക്കേ, എന്താ പറഞ്ഞേക്കണേ? ഫസ്റ്റ് നമ്പറിനെ എങ്ങനെ ചെയ്താൽ കിട്ടും? 13 × 78 ചെയ്താൽ ഫസ്റ്റ് നമ്പറിനെ കിട്ടും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 13 കൊണ്ട് ഫസ്റ്റ് നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഈ 78 കൊണ്ടും ഈ ഫസ്റ്റ് നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നോക്കിക്കേ, 13 × 78 ആണ്. അതൊരു വലിയ സംഖ്യ ആയിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയണേ. ആ നമ്പറിനെ ഉറപ്പായിട്ടും 1ഉം ആ നമ്പറും കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 1ഉം ആ നമ്പറും ഉറപ്പായിട്ടും എൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ എന്തുകൂടി കണ്ടെത്തി? എക്സ്ട്രാ 2 ഫാക്ടർ കൂടി കണ്ടെത്തി, 13ഉം 78ഉം. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ തന്നെ ആ നമ്പറിന് എന്തുണ്ട്? 4 ഫാക്ടേഴ്സ് ആയി. 13, 78, പിന്നെ ആ നമ്പർ, പിന്നെ 1. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? ഫസ്റ്റ് നമ്പർ കോമ്പോസിറ്റ് ആണ്. സെക്കൻഡ് നമ്പർ നോക്കാം നമുക്കിനി. ഈക്വൽ ടു, നോക്കിക്കേ, ഇവിടെ അതുപോലെ തന്നെ 5 ഇവിടെ കോമൺ ഉണ്ട്. സെക്കൻഡ് ടൈമിലും 5 കോമൺ ഉണ്ട്. അപ്പോൾ 5 നമുക്ക് കോമൺ ആക്കി പുറത്തെടുക്കാം. 5 × മിച്ചം എന്താ പറഞ്ഞേ? 7 × 6 × 5 വേണോ? 5 വേണ്ട, 5 നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി 4 × 3 × 2 × 1 പ്ലസ് അതുപോലെ തന്നെ ഇട്ടു. ഈ 5 ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? സെക്കൻഡ് ടൈമിലെ 5 നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിച്ചം എന്തുണ്ട്? അവിടെ ഒരു 1 ഉള്ളൂ അല്ലേ? ഈ 5 × ഈ 1 ചെയ്യുമ്പോൾ എന്തായി? ഈ 5 കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഈക്വൽ ടു എന്തെഴുതാം? 5 × ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയോ? നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കണം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി എഴുതുവാണ്. 1008 എന്ന് കിട്ടും. പ്ലസ് 1 അതുപോലെ തന്നെ ഇട്ടു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈക്വൽ ടു 5 × എന്തെന്ന് കിട്ടി? 1008 പ്ലസ് 1 എന്തെന്ന് കിട്ടി? 1009 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് എന്താ കിട്ടിയേക്കണേ? സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 5 × 1009. 5 × 1009 ആണ് സെക്കൻഡ് നമ്പർ. അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു വലിയ നമ്പർ ആയിരിക്കും. അപ്പോൾ എന്താ കിട്ടിയേക്കണേ? നമുക്ക് ഓൾറെഡി അറിയാം, 1ഉം ആ സെയിം നമ്പറും ഈ സെക്കൻഡ് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും ഉറപ്പായിട്ടും. എപ്പോഴും അങ്ങനെയാണ്. അത് കൂടാതെ 5ഉം ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി, 1009ഉം ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി. എങ്ങനെ ഫാക്ടർ ആണെന്ന് കിട്ടണേ? അതറിയാമല്ലോ. 2 നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വേറൊരു നമ്പർ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ 2 നമ്പർ വെച്ചും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഫാക്ടേഴ്സ് ആണെന്ന് പറയണേ.
നമുക്കിപ്പോൾ എന്ത് കിട്ടി? സെക്കൻഡ് നമ്പറിന് ആ സെക്കൻഡ് നമ്പറും 1ഉം അല്ലാതെ വേറെ 2 ഫാക്ടർ കൂടി ഉണ്ടെന്ന് കിട്ടി. 5ഉം 1009ഉം. അപ്പോൾ എന്താണ്? സെക്കൻഡ് നമ്പറും എന്താണ്? കോമ്പോസിറ്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കണം. എങ്ങനെ എഴുതും? നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായി. ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് അല്ലേ? അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് ഇതിൽ നിന്ന് കേട്ടോ. സോ ദേ ആർ കോമ്പോസിറ്റ്. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? ഇതാണ് നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സ് കേട്ടോ. സിമ്പിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. എക്സസൈസ് 1.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ ആണോ നമ്മൾ ചെയ്യണേ. അപ്പോൾ എന്താ പറഞ്ഞേക്കണേ? ഒരു സ്പോർട്സ് ഫീൽഡിന് ചുറ്റും ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. അവിടെ നമ്മുടെ രവിയും സോണിയയും അവിടെ നിന്ന് ഓടി തുടങ്ങുവാണ്. എങ്ങനെയാണ് ഓടി തുടങ്ങണേ? അവർ രണ്ടുപേരും സെയിം പ്ലേസിൽ നിന്ന്, ഈ സ്റ്റാർട്ടെന്ന് ഞാൻ കാണിച്ചിട്ടില്ലേ, അവിടെ നിന്നാണ് ഓടി തുടങ്ങണേ. സെയിം ഡയറക്ഷനിലാണ് ഓടണേ, സെയിം സമയത്താണ് ഓടാൻ തുടങ്ങണേ. ഇനി നമ്മുടെ സോണിയ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 18 മിനിറ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ രവിക്കുട്ടൻ 12 മിനിറ്റ് എടുക്കുന്നുള്ളൂ. രവിക്കുട്ടൻ ഇച്ചിരി സ്പീഡിലാണ് ഓടണേ. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം അവർ സ്റ്റാർട്ടിൽ നിന്ന് ഓടി തുടങ്ങണം കേട്ടോ, സെയിം ഡയറക്ഷനിൽ. ചോദ്യം, എപ്പോഴോ പിന്നീട് അവർ വീണ്ടും ഈ സ്റ്റാർട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് രണ്ടുപേരും. അത് എപ്പോഴാണെന്നാണ് ചോദിച്ചേക്കണേ. ചോദ്യം ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രവി സ്റ്റാർട്ടിൽ തിരിച്ചെത്തുന്ന സമയമാണ് നമ്മളിപ്പോൾ എഴുതാൻ പോണത്. രവി ആദ്യം എവിടെയായിരുന്നു? സ്റ്റാർട്ടിലായിരുന്നു അല്ലേ? പിന്നീട് എപ്പോഴാണ് രവി സ്റ്റാർട്ടിൽ തിരിച്ചെത്തണേ? 12 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റാർട്ടിൽ തിരിച്ചെത്തും. 12 മിനിറ്റ് ആണല്ലോ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ രവി എടുക്കണേ. അപ്പോൾ 12 മിനിറ്റ് കഴിയുമ്പോൾ രവി സ്റ്റാർട്ടിൽ തിരിച്ചെത്തും. പിന്നെ രവി എപ്പോൾ എത്തും? പിന്നെ വീണ്ടും ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ടിൽ തിരിച്ചെത്തും. അതായത് 24 മിനിറ്റ് കഴിയുമ്പോഴും രവി സ്റ്റാർട്ടിൽ തിരിച്ചെത്തും. പിന്നെയോ വീണ്ടും ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് 36 മിനിറ്റ് കഴിയുമ്പോൾ രവി സ്റ്റാർട്ടിൽ തിരിച്ചെത്തും. വീണ്ടും 12 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചെത്തും സ്റ്റാർട്ടിൽ രവി. 48 മിനിറ്റ് ആകുമ്പോഴും രവി സ്റ്റാർട്ടിൽ തിരിച്ചെത്തും, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. പിന്നെ 60 എന്ന് പറഞ്ഞ സമയത്തും 60 മിനിറ്റ് കഴിയുമ്പോഴും രവി സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചെത്തും. വീണ്ടും ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് 72 എന്ന് പറഞ്ഞ മിനിറ്റ് കഴിയുമ്പോഴും രവി സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചെത്തും. പിന്നെ 84 രവി സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചെത്തും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, രവി ഓടിക്കൊണ്ടേയിരിക്കും. ഇനി സോണിയയുടെ കാര്യം നോക്കാം. സോണിയ ആദ്യം ഓടി തുടങ്ങിയതിന് ശേഷം 18 മിനിറ്റ് എടുക്കും ഒറ്റ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ 18 മിനിറ്റ് കഴിയുമ്പോൾ സോണിയ സ്റ്റാർട്ടിൽ തിരിച്ചെത്തും. പിന്നെ വീണ്ടും ഒരു 18 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചെത്തും, ഒരു റൗണ്ട് വീണ്ടും കംപ്ലീറ്റ് ചെയ്യും. 36 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചെത്തുന്നുണ്ട്. പിന്നെയോ 54 മിനിറ്റ്, ഇതിനോട് 18 കൂട്ടണം 36നോട്. 54 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റാർട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. വീണ്ടും ഒരു 18 മിനിറ്റ് കഴിയുമ്പോൾ 72 ആവുമ്പോഴും സ്റ്റാർട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. വീണ്ടും ഒരു 18 മിനിറ്റ് കഴിയും, അപ്പോൾ എത്രയാവും? 90. അപ്പോഴും സ്റ്റാർട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. ഇങ്ങനെ സോണിയെ ഓടിക്കൊണ്ടിരിക്കും. ഇവർ രണ്ടുപേരും ഓട്ടം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് പിന്നെ സ്റ്റാർട്ടിൽ കണ്ടുമുട്ടുന്ന സമയം എപ്പോഴാണെന്നാണ് ചോദിച്ചേക്കണേ. നോക്കിക്കേ, രണ്ടുപേരുടെ സമയം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എപ്പോഴാ കോമൺ ആയിട്ട് ടൈം വരണേ? 36 ഇവിടെ കണ്ടോ? സോണിയുടെ ഇവിടെ 36 കണ്ടോ? 36, അതായത് 36 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവർ രണ്ടുപേരും വീണ്ടും സ്റ്റാർട്ടിൽ കണ്ടുമുട്ടാൻ പോണേ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, 72 കോമൺ ഇല്ലേ? 72 കോമൺ ഉണ്ട്. 72 മിനിറ്റ് കഴിയുമ്പോഴും ഇവർ രണ്ടുപേരും വീണ്ടും സ്റ്റാർട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. നമ്മളോട് ചോദിച്ചേക്കണേ എന്താ? ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? തുടക്കത്തിന് ശേഷം പിന്നെ ആദ്യം കാണുന്ന എപ്പോഴാണ് നമ്മളോട് ചോദിച്ചേക്കണേ. അതുകൊണ്ട് എപ്പോഴാണ് ആദ്യം കാണുന്നത്? 36 എന്ന് പറഞ്ഞ മിനിറ്റ്, 36 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഇവർ രണ്ടുപേരും സ്റ്റാർട്ടിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടണേ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇതെന്താ നമ്മൾ എഴുതി വെച്ചേക്കണേ? നമ്മൾ എഴുതി വെച്ച് കണ്ടുപിടിച്ചേക്കണത് LCM ആണ് കേട്ടോ. രണ്ട് നമ്പറിൻ്റെ LCM ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കണത്. നോക്കിക്കേ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM 12. രവി എടുക്കുന്ന സമയം 12 ആണ്. 12ൻ്റെ മൾട്ടിപ്പിൾസാണ് നമ്മൾ എഴുതി വെച്ചേക്കണേ. 12 × 1 12, 12 × 2 24, 12 × 3 36, 12 × 4 48. കണ്ടോ, 12ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി വെച്ചിരിക്കുന്നു. സോണി എടുക്കുന്ന സമയം 18. 18ൻ്റെ മൾട്ടിപ്പിൾസാണ് നമ്മൾ എഴുതി വെച്ചേക്കണേ. 18, 18 × 2 36, 18 × 3 54. കണ്ടോ, 18ൻ്റെ മൾട്ടിപ്പിൾസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും കുറഞ്ഞ മൾട്ടിപ്പിൾ കണ്ടോ, അതാണ് ലീസ്റ്റ് കോമൺ അല്ലെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയില്ലേ. ഈ രണ്ട് സീരീസിലും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ് നമ്മൾ എഴുതി വെച്ചേക്കണേ. അതാണ് എന്തെന്ന് പറയണത്? അവരൊരുമിച്ച് വീണ്ടും കണ്ടുമുട്ടുന്ന സമയം. ഇതിപ്പോൾ നമ്മൾ എഴുതി കണ്ടുപിടിച്ചതല്ലേ. അല്ലാതെ ആയിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു? ഒന്നുമില്ല, അല്ലാതെ ആയിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. LCM ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
18നെയും 12നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 18 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 വെച്ച് ചെയ്യാം, 9, 3 വെച്ച് ചെയ്യാം, 3, വീണ്ടും 3 വെച്ച് ചെയ്യാം, 1 കിട്ടും. അപ്പോൾ 18 നമുക്ക് എങ്ങനെ എഴുതാം? 18 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1. ഇനി 12നെ എങ്ങനെ ചെയ്യാം? 12നെ 2 വെച്ച് ചെയ്യാം, 6 കിട്ടും. 2 വെച്ച് ചെയ്യാം, 3 കിട്ടും. 3 വെച്ച് ചെയ്യാം, 1 കിട്ടും. അപ്പോൾ 12നെ എങ്ങനെ എഴുതാം? 12 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1. നമ്മൾ എങ്ങനെയാക്കി എഴുതണം? പവറാക്കി എഴുതണം അല്ലേ? ഇതിനെങ്ങനെ പവറാക്കി എഴുതാം? 18നെ 2 ഇൻറ്റു 3 2 പ്രാവശ്യം വന്നിട്ടില്ല. അപ്പോൾ 3 സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെയോ 12നോ 2 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3. ഇതൊക്കെ പഴയപടി തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ LCM HCF കണ്ടുപിടിക്കുമ്പോൾ പവറാക്കി എഴുതണം. ഇനി നമുക്ക് എന്താ വേണ്ടേ? LCM ആണ് വേണ്ടത് അല്ലേ? LCM ഓഫ് 18 ആൻഡ് 12 ആണ് നമുക്ക് വേണ്ടത്. LCM എന്താ? നമ്മുടെ കലിപ്പ് പെൺകുട്ടിയാണ്. എനിക്കെല്ലാം വേണം. എനിക്കുള്ള എല്ലാ ഫാക്ടേഴ്സും വേണം. അതിൽ തന്നെ ഹയസ്റ്റ് പവർ ഉണ്ടെങ്കിൽ അതും വേണം. അപ്പോൾ നോക്കി ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്? 2ഉം 3ഉം ആ രണ്ടിലും ഉള്ളത് അല്ലേ? 1ഉം ഉണ്ട് പിന്നെ. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ 2 ഉണ്ട് ഇൻറ്റു 3 ഉണ്ട് ഇൻറ്റു 1 ഉണ്ട്. ഇത് 3 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഇനി അതിൻ്റെ തന്നെ ഹയസ്റ്റ് ഫാക്ടർ വേണം. 2വിൻ്റെ ഹയസ്റ്റ് ഫാക്ടർ ഇതിൽ രണ്ടിലും ഏതാ ഉള്ളത്? 2⁻². അല്ലേ? നമ്മുടെ 12ൻ്റെ ഇവിടെ വന്നേക്കണം 2⁻² ആണ് ഹയസ്റ്റ് ഫാക്ടർ ഉള്ളത് 2വിന്. അപ്പോൾ നമ്മുടെ LCMന് എഴുതിയ 2വിന് ഹയസ്റ്റ് കൊടുക്കണം, 2 കൊടുക്കണം മേളിൽ. 3ൻ്റെ ഹയസ്റ്റ് ഫാക്ടർ ഏതാ ഉള്ളത്? 3 ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്. അത് ഹയസ്റ്റ് 3 സ്ക്വയർ ആണ്. LCMനുള്ള 2വിന് സ്ക്വയർ കൊടുക്കണം. എന്ത് കിട്ടിയപ്പോൾ? 2⁻² എത്രയാ? 2 ഇൻറ്റു 2 എത്രയാ? 4 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ എത്രയാ? 9. അപ്പോൾ 4 ഇൻറ്റു 9 ഇൻറ്റു 1 എന്ത് കിട്ടും? ഈക്വൽ ടു 36 എന്ന് കിട്ടും. കണ്ടോ? നേരത്തെ നമുക്ക് കിട്ടിയതും 36 തന്നെ അല്ലേ? ഇതാണ് 18ൻ്റെയും 12ൻ്റെയും LCM അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഈസി അല്ലേ ക്വസ്റ്റ്യൻ? സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്ക് മുന്നേ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.